ഏത് സർക്കാരാണേലും എന്താണേലും വന്യജീവിയെ വന്നാൽ നിയന്ത്രിക്കേണ്ടത് അതിന് നടപടി എടുക്കേണ്ടതാണ്. വന്യജീവി മാറിയിട്ട് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ? ഹോ, അയാൾ വിവരം കേട്ടോനാ. ഇങ്ങനെ തന്നെ കൊടുക്കണം നിങ്ങൾ. വിവരമുള്ള പറയുന്ന പണിയാണോ? ഹോ, പുള്ളി വന്യജീവിക്ക് ക്ലാസ് എടുക്കുമോ? കാട്ടാനയ്ക്ക് ഓമാ. അല്ല, ആളുകളൊക്കെ ഞാൻ പറയാം, അതൊരു കാര്യമാന്നേ. സർക്കാർ മാറി പോയിട്ടെന്ന് പറഞ്ഞിട്ടും മാത്രം കാര്യമൊന്നുമില്ല. വന്യജീവി ഇതിങ്ങനെ നടക്കുകയല്ലേ. ഞാനിപ്പോൾ ഇന്ന് അവിടെ പോയി വന്നതാണ്. അതിനിടയിൽ ആളുകൾ ചെന്ന് പെട്ടെന്ന് ആളുകളെ കൊല്ലും ഓരോ ഘട്ടത്തിലും. ഒന്നതിന് ഗവൺമെൻറ് ചെയ്യാവുന്ന മുൻകരുതൽ നടപടികളെല്ലാം സ്വീകരിക്കണം. മന്ത്രി അങ്ങനെ പറഞ്ഞാൽ അയാളുടെ വിവരക്കേടാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ജനങ്ങൾക്ക് ഒരു ആശ്വാസ വാക്കാണ് സർക്കാരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മന്ത്രിമാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജനങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യം. പിന്നെ അത് വിവരമില്ലാത്തതുകൊണ്ട് പിന്നെ എന്നാ പറയാൻ. ആരായി മന്ത്രി? ശിവൻകുട്ടിയാണ്. ശിവു ബേബി. അയാൾക്ക് ഇത് വല്ലതും അറിയാവോ? അയാൾ കടപ്പുറത്ത് അവിടെ ഈ വനവും ഇവിടുത്തെ വന്യജീവി എന്ന് പറഞ്ഞാൽ അയാൾക്കറിയത്തില്ല മനുഷ്യനാണോ മൃഗമാണോ എന്ത് കുന്തമാണെന്ന് അറിയാൻ മേല. പിന്നെ അയാൾ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞെന്നോടത്ത് അതൊന്നും നമ്മൾ വിഴുങ്ങേണ്ട കാര്യമില്ല. അതൊക്കെ ഏൽപ്പിക്കേണ്ട. അതൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് രൂപീകരിച്ചവർ നോക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ പറ്റുന്ന ആളുകൾ, അതിന് പറ്റുന്ന ആളുകളൊക്കെ ഇവിടുന്ന് ജയിച്ചു പോയിട്ടുണ്ടായിരുന്നല്ലോ, ആക്കാമായിരുന്നല്ലോ വേണമല്ലോ. പോരെ, കേരളത്തിലെ ഏറ്റവും അധികം വന്യജീവി ശല്യമുള്ള ഒരു ജില്ല നമ്മുടെ ഇടുക്കി ജില്ലയാണ്. വയനാട്ടിലുമുണ്ട്. അങ്ങനെ കുറച്ച് പ്രദേശങ്ങളിലുള്ളത്. അപ്പോൾ അതിന് പറ്റുന്ന ഒരാളെ അവർക്ക് വെക്കാമായിരുന്നല്ലോ. ഇവിടുന്ന് ഈ ജില്ലയിൽ നിന്ന് UDFൻ്റെ സ്ഥാനാർത്ഥികൾ 5 പേര് ജയിച്ചു പോയില്ലേ? എന്നിട്ട് പിന്നെ എന്നാ ചരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ? ഇവിടുത്തെ ജനങ്ങളുടെ വിചാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റുന്നവരാകണമായിരുന്നു. അന്തവും കുന്തവും ഇല്ലാത്തവന്മാരെയൊക്കെ കൊണ്ട് ഈ മന്ത്രിയാക്കിയിട്ട് പിന്നെ അയാൾ വിവരക്കേട്ട് പറഞ്ഞെന്നാ എന്നാ പറയാനാ? പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. അതിനകത്ത് ഒരു പ്രായോഗികത കാണണം. ഈ വന്യജീവി വനത്തിലാണ്, വനമെല്ലാമായി ബന്ധപ്പെട്ടോ. വനത്തിൻ്റെ ഭാഗത്തടുത്ത് മനുഷ്യൻ താമസിക്കുന്ന അവിടെയാണ് ഇറങ്ങി ആക്രമണം വരുന്നത്. ഇപ്പം ഇന്ന് ഞാൻ അവിടെ പോയിച്ച് വന്നതാണ്. സ്വാഭാവിക അവിടെ എല്ലാം വനം പ്രദേശമാണ്. കാടും വഴി പോലും വല്ല ശോചനീയമാണ്. അവിടെ സ്വാഭാവികമായി ആക്രമണം വരും. അതിന് മുൻകരുതൽ നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം, ഫോറസ്റ്റ് വകുപ്പ് സ്വീകരിക്കണം, പോലീസ് വകുപ്പും സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.